ഹലോ. വൈകുന്നേരം വെയിലൊക്കെ ആറിയപ്പോൾ ഒരു ചായ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മോനൂട്ടൻ ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഗേറ്റ് തുറക്കാൻ സമ്മതിക്കാതെ പോപ്പിക്കുട്ടൻ പിന്നാലെ കൂടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഗേറ്റ് തുറക്കുമ്പോൾ ഗ്യാപ്പിൽ കൂടി പുള്ളിക്കാരന് ചാടി പുറത്തിറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് അവൻ പുറത്തേക്ക് പോകുന്നത് നോക്കിയിട്ട്. കഴിഞ്ഞ ദിവസം നട്ട ശംഖുപുഷ്പത്തിന് വല്ല വാട്ടം ഉണ്ടോ എന്ന് നോക്കുകയാണ്. നല്ല വെയിലത്തായിരുന്നു. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായി തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ കുറച്ച് ബൊഗൈൻ വില്ലകൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് താഴെ നടാനും പോട്ടിൽ നടാനും ഒക്കെ ആയിട്ട്. എല്ലാ കൊല്ലവും എനിക്ക് ഇത് തന്നെ പണി. മിക്കവാറും ബൊഗൈൻ വില്ല എൻ്റെ എന്താ പറയുക ഫേവറേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടും. അപ്പോൾ ഇന്ന് അതൊന്ന് നടണം. എല്ലാം ഒന്നും നടാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഡയറക്റ്റ് മണ്ണിലേക്ക്, അതായത് മതിലിൻ്റെ സൈഡ് പിടിച്ചിട്ട് ഒരു 3 നട്ടു കൊടുക്കണം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയതും. അപ്പോൾ മതിലിൻ്റെ മുകളിൽ ഞങ്ങൾ കാറ്റ്സ് ക്ലോ ഒക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പീസുകൾ, ഉണങ്ങിയ പീസുകളൊക്കെ ഞാനൊന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതാ വീണ്ടും ഒരുപാട് പേരിക്കകൾ ഉണ്ടാക്കി കിടക്കുന്നു. പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും വിശപ്പും ദാഹമൊക്കെ മാറുമല്ലോ, അത് പറിച്ച് 2 കഴിച്ചു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ ബൊഗൈൻ വില്ലയ്ക്കുള്ള കുഴിയെടുക്കുകയാണ്. ചാണകവും എല്ലുപൊടിയും വേപ്പിൻ വെണ്ണാക്കും എല്ലാം ചേർത്തിട്ട് ഞാൻ ഒരെണ്ണം നട്ടു കൊടുക്കാൻ കേട്ടോ. നല്ല ഒരു റോസ് കളറാണ്, റോസ് അല്ല, ഒരു പീച്ച് കളറായിട്ടുള്ളൊരു ബൊഗൈൻ വില്ലയാണ്. അപ്പോൾ താഴേന്ന് നട്ടു വരുമ്പോൾ നല്ലൊരു ബുഷായിട്ട് വരാനും അതാണ് എൻ്റെ ഉദ്ദേശം. രണ്ടാമത്തെ കളറാണ് മജന്ത. മൂന്നാമത് ഒരു വൈറ്റും, 3 അങ്ങനെ ഈ കാണുന്ന ഒരു പർപ്പിൾ കളറ് ഞാൻ 1 വർഷം മുമ്പ് നട്ടുള്ള ബൊഗൈൻ വില്ലയാണ്. ഇത്രയും നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതുപോലെ നല്ല ബുഷാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോഴേക്കും നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടി നിർത്തണം. അതാണ് ഉദ്ദേശം. ഇതുപോലെ തന്നെ എല്ലാം ബൊഗൈൻ വില്ലയുടെ പണികളൊക്കെ നടന്നപ്പോഴേക്കും അവിടെ നിറച്ചും ചവറായി. അതൊന്ന് അടിച്ചു വരാൻ നിൽക്കുമ്പോഴത്തേക്കും പോപ്പിക്കോട്ടെ സമ്മതിക്കുള്ള പിന്നാലെ നടന്ന് എന്താ എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട്. നട്ടു കൊടുത്തിട്ടുള്ള ബൊഗൈൻ വില്ലയ്ക്ക് ഒന്ന് നനയ്ക്കണമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് നിന്ന് നനയ്ക്കുമായിരുന്നു. എല്ലാ ചെടികളും എനിക്ക് ഒരുപാട് നനയ്ക്കേണ്ടി വന്നില്ല, കാരണം കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നുകൊണ്ട് ചെടിച്ചട്ടിയിൽ കുറച്ച് നനവുണ്ടായിരുന്നു. ബൊഗൈൻ വില്ലയ്ക്കാണെങ്കിൽ അധികം നനവ് വേണ്ടല്ലോ. ബൊഗൈൻ വില്ലയ്ക്ക് ഇത്രയും ആരാധകരുണ്ടാകുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കൊണ്ടിട്ട് തന്നെയാണ്. എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി എന്ന് പറയുന്നത് ബൊഗൈൻ വില്ല തന്നെയാണ്. വീടിന് ചുറ്റും ചെടികൾ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നോക്കി നടത്താൻ ഇത്തിരി കഷ്ടപ്പാടാണ്. എന്നാൽ പോലും ചെടികളെയും പൂക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയേയില്ല കേട്ടോ.